هم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم. നമ്മളിപ്പോൾ നാട്ടിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിൻപുറത്താണത് കാര്യമായിട്ട് കാണുക. എത്ര പുതിയ ഷോപ്പുകളാണെന്ന് തുറന്നിട്ടുള്ള അറിയോ. ബിസിനസ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാ പറഞ്ഞ ബിസിനസ് മുരടിക്കുകയാണെന്ന്. ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ആയിട്ടും പലതും കാണാണ്. അപ്പോൾ കുറേ കുട്ടി ബിസിനസ്സുകാരിങ്ങനെ അവരുടെ പുതിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഒരു കാലമാണ് ഏപ്രിൽ മെയ് അവധിക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചുരുങ്ങിയത് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് പറയുന്നത്. ഒരു 3-4 പുതിയ കച്ചവടക്കാരെ കാണാം. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരുപാട് അപ്പോൾ കണ്ടിട്ടില്ലേ, പെട്ടിപ്പീഡിയ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നേരിട്ടും കാണാൻ പറ്റും. അപ്പോൾ അത് സത്യത്തിൽ ഒരു ഭയങ്കര സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവധിക്കാലം നമ്മുടെയൊക്കെ മനോഹരമായതിന് പിന്നിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുതിയ തലമുറക്ക് കിട്ടുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യും, പറയുകയൊക്കെ ചെയ്യുമെങ്കിലും കുറേയൊക്കെ കിട്ടുന്നുണ്ട്. കുറേ പേരൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും സമയം അവരതിൽ എൻഗേജഡാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സമൂഹത്തായിട്ട് ഇടപഴകാനൊക്കെ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് ആ സമയം മൊത്തം ഒരു ഡിവൈസിൽ, ഒരു സ്ക്രീനിൽ, ഒരു ഫോണിലാണെങ്കിൽ ഇതൊന്നും കിട്ടുന്നില്ല. ലൈഫ് എക്സ്പീരിയൻസ് ഒരുപാട് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നല്ല രസമാണ്. അവരിങ്ങനെ കൈ കാണിച്ചിട്ട് നിർത്തൂ എന്തെങ്കിലും ഒന്ന് വാങ്ങും, പ്ലീസ് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാ ദിവസവും ഇതിങ്ങനെ വാങ്ങാൻ നമുക്ക് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും. എന്നാലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. കഴിയുന്ന സമയത്തൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ചെറിയൊരു സംഖ്യ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് തോന്നാറുള്ളത്. വേറൊരു അനുഭവം ഉണ്ടായി. എൻ്റെ നാട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ റോഡിൽ നിന്ന് ഞാനിങ്ങനെ പോയി തിരിച്ച് വരുമ്പോൾ ചില കുട്ടികൾ കൈ കാണിച്ച് ഞാനവിടെ നിർത്തി, ഫോണൊക്കെ ഒന്ന് ഒരു മെസ്സേജ് ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഡോറിൽ മുട്ടി, ഗ്ലാസ്സിൽ മുട്ടി. ഞാൻ ഗ്ലാസ് താത്തി, അവിടെ കച്ചവടം ഉണ്ട്, നിങ്ങൾ ഒന്ന് വാങ്ങി, മുട്ടായിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു, മുട്ടായി ഒന്നും ഞാൻ തിന്നലില്ല, എന്നാൽ കുട്ടിയൊക്കെ വാങ്ങിക്കൊണ്ടേക്കോളി പറഞ്ഞു. ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഞാൻ കുട്ടികളായിട്ട് വരാമെന്ന് പറഞ്ഞു. അതിൽ ആ കുട്ടി പറഞ്ഞ എനിക്ക് വളരെ സങ്കടമായി ഒരു വാക്ക്. എല്ലാവരും അങ്ങനെ പറയും, ആരും വരലില്ല. അപ്പോൾ ഉടനെ ഞാൻ ഇറങ്ങി മുട്ടായി വാങ്ങി. അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടികളോട് നമ്മൾ എന്തിനാണെന്നാണ് പറയണത്? അതാവശ്യമില്ല, അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് പറ്റുമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകല്ലേ. പിന്നെ ഇതിൽ വേറൊരു നല്ലൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് കുട്ടിക്ക് ഒരു 500 രൂപേൻ്റെ സാധനം വാങ്ങിക്കൊടുത്ത് ചില ആളുകൾ പൈസ കൊടുക്കും, എന്നിട്ട് അവർ സാധനങ്ങൾ വാങ്ങി. അതിനേക്കാൾ നല്ലത് 500 രൂപയ്ക്ക് അവർ കൂട്ടിയിട്ട് സാധനങ്ങൾ വാങ്ങി വരും. അതോടൊപ്പം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കണക്ക് പുസ്തകം കൊടുക്കുക. ഇന്ന് 500 രൂപയ്ക്ക് മിഠായി വാങ്ങി, അതെന്നെ ഇനം തിരിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ തേൻ മിഠായി 100 രൂപക്ക് എന്ന് കുട്ടികളെ എഴുതി വെക്കട്ടെ. എന്നിട്ട് ഇന്നത്തെ ദിവസം 9/4/2026 ഇത്ര ഉറുപ്പ്യൻ്റെ കച്ചവടം നടന്നു. ചിലവ് ഒരു ഇത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്താൽ ചെറിയ കാര്യമായിരിക്കും. കുട്ടിക്ക് ഈ ഒരു വെക്കേഷനിൽ ഞാൻ ചെയ്തത് ലാഭക്കച്ചവടമാണോ നഷ്ടക്കച്ചവടമാണോ എന്ന് അറിയാൻ പറ്റും. ഇനി ഈ ജീവിതകാലം മുഴുവൻ ഈ കുട്ടി കണക്ക് എന്നുള്ളത് ഏത് ബിസിനസ്സിൻ്റെയും അടിസ്ഥാനമാണ്. ഇപ്പോൾ പല കച്ചവടങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടം അങ്ങനെ ചെയ്യണുണ്ടാവും, പൈസ അങ്ങനെ ഇറക്കണുണ്ടാവും, ലാഭ നഷ്ടം എന്നുള്ളത് ഇതുവരെ കൃഷിയിലായാലും കച്ചവടത്തിലായാലും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അയലോക്കത്തുള്ള കുട്ടിയാണ്, ഇങ്ങനെ ചെയ്യാൻ ഒരു പുസ്തകം അവൻ്റെ കയ്യിൽ കൊടുക്കുക. ഇത് വലിയൊരു സേവനമായിരിക്കും. വലിയ ബിസിനസ്സുകാരെ വളർത്തിയെടുക്കാൻ നമുക്ക്. അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ ബാലപാഠങ്ങൾ ഇപ്പോഴേ പഠിക്കും. അതെ, അക്കൗണ്ടിങ് പറഞ്ഞാൽ സിമ്പിൾ ആണല്ലോ. നമ്മളെ നാട്ടിലെ നാടൻ കാക്ക ചെയ്യുന്ന കാര്യമാണ്. ഇതിന് വലിയ ആപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കണാണത്. അപ്പോൾ അങ്ങനെ അവരുടെ പിന്നെ ഈ സാമൂഹ്യ ബന്ധങ്ങൾ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ പുതിയ തലമുറക്ക് കുറവാണെന്ന് നമ്മൾ പറയാലോ. അപ്പോൾ അതിനൊക്കെയുള്ള വലിയ പരിഹാരമാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ യൂസിങ്ങിനുള്ള വലിയൊരു പരിഹാരമാണ്. അപ്പോൾ ഒരുപാട് പരിഹാരങ്ങളാണ് എന്ന് കരുതി എല്ലാ കുട്ടികളെയും അതിലേക്ക് ഇറക്കണം എന്നല്ലേ പറയുന്നത്. അതിനൊരു ചുറ്റുപാടും സാഹചര്യവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തോടൊപ്പം റോഡ് സൈഡിലാണ് സേഫ്റ്റി കൂടി നമ്മൾ നോക്കണം. സേഫ്റ്റി പാഠങ്ങൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം അപ്പുറത്ത് ഒരു കാറുകാരൻ നിർത്തിയാൽ റോഡ് ക്രോസ് ചെയ്ത് പാഞ്ഞങ്ങോട്ട് പോകും കുട്ടികൾ, അല്ലെങ്കിൽ റോഡിനോട് വളരെ ചാരിയിട്ട് കച്ചവടം ചെയ്യും. ഇതൊക്കെ വളരെ അപകടമാണെന്നുള്ള ഒരു ബോധം കുട്ടികൾക്ക് കൊടുക്കും വേണം. അതെ. പിന്നെ പൊതുസമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിലുള്ള തെറ്റുകളും അതുപോലെ ഗുണങ്ങളും ഒക്കെ പഠിപ്പിച്ച് ആ നിലക്ക് ഇങ്ങനെ മെല്ലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള അവസരമായിട്ട് മാറ്റാൻ പറ്റും.